നമസ്കാരം. യന്ത്രധാരണം മോശമോ? എന്തിനാണ് യന്ത്രം ധരിക്കുന്നത് കൊണ്ട് ഗുണം എന്താണ്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തിനാണ്? എൻ്റെ കയ്യിൽ 2 ഏലസ് ഉണ്ട്. ഈ ഏലസ് എന്ന് പറയുന്നത് ഒരു ഭംഗിക്കിടുന്ന ഒരു സാധനമല്ല. ഈ യന്ത്രം എന്ന് പറയുന്നത്, യന്ത്രത്തിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, യന്ത്രത്തിൽ മന്ത്രങ്ങളുണ്ട്. യന്ത്രത്തിൽ എഴുതുന്ന തകിടുകളിൽ മന്ത്രങ്ങളുണ്ട്. അതിനെ ജലാധിവാസം ചെയ്ത് അതിൻ്റെ രീതിയിൽ പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ അതിനെ വിധിയാമണ്ണം പുരസ്കരണം ചെയ്ത് നമ്മൾ ധരിക്കുമ്പോൾ അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. ആ മന്ത്രത്തിന്റെ വൈബ് നമ്മളിലേക്ക് ഒരു എനർജി ആയിട്ട് വരും. അപ്പൊ മന്ത്രശക്തിയുടെ ഒരു സ്ഥൂല രൂപമാണ് യന്ത്രം എന്ന് പറയുന്നത്. ഈ യന്ത്രങ്ങളിൽ എഴുതുന്നത് വെറുതെ ഭസ്മം, ഒരു യന്ത്രത്തിനകത്ത് കുറച്ച് ഭസ്മം ഒരു കടലാസോ ചുരുട്ടിയിട്ട് നിറച്ചു കൊടുക്കലല്ല, മറിച്ച് ധരിക്കുന്ന ആ യന്ത്രം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ അത് ആ സാധകന് അതിന്റെ ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിന്റെ മന്ത്രങ്ങൾ എഴുതാൻ. അപ്പോൾ മന്ത്രശക്തിയുടെ സ്ഥൂല രൂപമാണ് യന്ത്രം എന്ന് പറയുന്നത്. ഉപാസ്യദേവതയുടെ ഒരു പ്രതിരൂപമാണ് യന്ത്രം എന്ന് പറയുന്നത്. രക്ഷ, കാര്യസാധ്യം, നിഗ്രഹം, രോഗശമനം, സ്തംഭനം, ആകർഷണം, വിദ്വേഷണം, ഉച്ചാടനം, വശ്യം, ഇവയ്ക്കൊക്കെ യന്ത്രങ്ങളുണ്ട്. ഇതൊന്നും വെറുതെ അല്ല. അത് വിധിയാമണ്ണം എഴുതി നമ്മൾ സ്തംഭനം ചെയ്യുന്നു. സ്തംഭനം ചെയ്യുന്നതിന് സ്തംഭന യന്ത്രമുണ്ട്. ശത്രുവിൽ നിന്നുള്ള ദോഷം കുറയ്ക്കാനാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ അത് ചെയ്താൽ തീർച്ചയായിട്ടും, പക്ഷെ ആ യന്ത്രം കൊണ്ട് ഉണ്ടാക്കുന്ന ഉപയോഗം എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം. വശ്യമാണെങ്കിൽ ആ വശ്യം ചെയ്യുന്ന യന്ത്രം അത് ഇപ്പൊ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കലാരംഗത്ത് വശ്യത ഉണ്ടാക്കുന്നു. അപ്പൊ ആ യന്ത്രം നമ്മൾ ആ രീതിയിൽ ചെയ്ത് അതിനെ ധരിക്കുക. വിധിപ്രകാരം എഴുതി ചൈതന്യവൽക്കരിച്ച ശേഷം, നല്ലതുപോലെ ചൈതന്യവൽക്കരിച്ച് അതിന് പ്രാണൻ കൊടുത്തിട്ട് വേണം നമ്മൾ അത് ധരിക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഫലദാന ശക്തി കൂടും. ഇത്രയും ദിവസം വിധിയാമണ്ണം നമ്മൾ എഴുതി ചെയ്ത് വേണം നമ്മളത് ധരിക്കാനായിട്ട്. അത് സ്വർണ്ണ തകിടിലോ വെള്ളി തകിടിലോ ചെമ്പു തകിടിലോ ആകാം. രത്നത്തെ പോലെ തന്നെ പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നമ്മളൊരു യന്ത്രം, ശനി ദോഷത്തിന് ഒരു ശനീശ്വര യന്ത്രം ധരിക്കുന്നു. ശനിക്ക് ഇന്ദ്രനീലം ധരിച്ചാൽ എല്ലാവർക്കും ഇന്ദ്രനീലം ധരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്ദ്രനീലം ധരിച്ചാൽ ചിലപ്പോൾ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം, പല കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവിടെ ശനിക്കുന്ന ഒരു ശാസ്തായന്ത്രം ധരിച്ചാലോ അതിന് പാർശ്വഫലങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് നമുക്ക് ധരിക്കാം. അപ്പൊ അത് ധരിക്കുന്ന യന്ത്രവും വിധിയാമണ്ണം അത് ചെയ്യാനും കഴിയുന്ന ഒരു സ്വാത്വികനായ ഒരു കർമ്മിയുണ്ടോ എന്നുള്ളതാണ് അവിടെ പ്രശ്നം. അപ്പൊ തന്ത്രശാസ്ത്രത്തിൽ അനേകം ദേവതാ സങ്കല്പങ്ങളുണ്ട്, അതുപോലെ തന്നെ യന്ത്രവിധികളുണ്ട്. അത്രയും യന്ത്രവിധികളും നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ യന്ത്രധാരണം എന്ന് പറയുന്നത് മോശമല്ല, അത് മന്ത്രശക്തിയുടെ സ്ഥൂല രൂപമാണ്. അതിന് ഉപാസ്യദേവതയുടെ പ്രതിരൂപമായിട്ട് ശരിക്കും നമ്മൾ വിധിയാമണ്ണം എഴുതി പ്രാണൻ കൊടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സമയത്ത് നടക്കും. 5 ഏലസ് ധരിക്കേണ്ട, ഒരു കാര്യത്തിന് വളരെ പ്രധാനമായിട്ടുള്ള 1 ഏലസ് ധരിച്ചാൽ മതി. അപ്പൊ യന്ത്രധാരണം മോശമല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണങ്ങൾ കൊണ്ടുവരുന്ന സാധനം തന്നെയാണ്.